ചാള കൂട്ടാൻ തല തല റവ റവ. പിന്നെ ഇതില് കേറാൻ ഭാഗ്യം കിട്ടിയിരിക്കുന്നത് ഇവരിക്കാണ്. വെള്ളം കുടിക്കും മക്കളെ. ഞങ്ങളെ ആട്ടും കാട്ടുന്നല്ല എണ്ണി തരുന്നത്, കാശിന് എണ്ണി തരുന്നത്. എനിക്ക് എന്തിന്റെ കേടായിരുന്നു. എപ്പോഴും കുറ്റം മാത്രം പറഞ്ഞാ പോരല്ലോ, നല്ലത് ആവുമ്പോ നല്ലത് എന്ന് പറയണ്ടേ. ഒന്നുമില്ല ചേട്ടൻ എന്ത് പറ്റി? അത് എണീറ്റപ്പോ ആരെയെ കണി കണ്ടത്? പിന്നെ നെടുമുടിയുടെ വയസ്സായിട്ടുള്ള ആള് കൈ വീശിട്ടാണ് വരുന്നത്. ഇതൊരു നാളികേരം ചെറിയത് കാണുന്നേ. കുറഞ്ഞ ശക്തിയല്ലേ കൊടുക്കണത്, ബുദ്ധി. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ കോഴിക്കോടിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. നമ്മുടെ കോഴിക്കോട് മനോഹരമാക്കിയപ്പോൾ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ശുഷ്കിച്ചു. ഇപ്പൊ വെറും 4 പെടകൾ മാത്രമുള്ള അതിൻ്റെ ഉള്ളില്. കോഴിമുട്ട കിട്ടാനില്ല. ചാത്തനെയാണെങ്കിൽ ഓരോരുത്തരെ കൊണ്ടിട്ട് പിന്നെ ചാത്തനെ ഇവരെ കൊത്താൻ തുടങ്ങിയപ്പോ തിരിച്ച് അങ്കടനെ കൊണ്ടുപോയി അല്ലെ ചേട്ടനെ കൊടുത്തു. അപ്പൊ നമ്മളിപ്പോ ഇത്രയും മനോഹരമായ കോഴിക്കോട് ഇത്രയധികം പൈസ ചെലവഴിച്ച് നമ്മൾ ഇട്ടിട്ട് ശൂന്യമായി കിടക്കുകയാണ്. അപ്പൊ അതിനനുവദിക്കാൻ പാടില്ല. അത് ഈ കനത്ത വേനൽക്കാലം കഴിഞ്ഞു, വർഷകാലം തുടങ്ങി. എപ്പോഴും മൂക്കുമ്പലാലന്റെ കൈ കാണുമ്പോ അത് കുഴപ്പമില്ല. വർഷകാലം തുടങ്ങിയപ്പോ നമ്മള് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ പോണേ. ഇനി ചൂടിന്റെ പ്രശ്നം വരുന്നില്ല. നമ്മള് കോഴിക്കുട്ടികളെ വാങ്ങിക്കാണ്ടിരുന്നതിന്റെ കാരണം അതായിരുന്നു കേട്ടാ. നല്ല കടുത്ത വേനൽക്കാലത്ത് കോഴിക്കുട്ടികളൊക്കെ ചത്തുപോളൂ. അപ്പൊ നമ്മള് മണ്ണുത്തി ഹാച്ചറിലേക്ക് പോണത്. അവിടെ ക്രോയിലർ എന്ന് പറഞ്ഞ കോഴിഞ്ഞുങ്ങളുണ്ട്. അല്ലേട്ടനൊന്ന് കോഴിഞ്ഞുങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അല്ലേട്ടൻ ബ്രോയിലറിനെ വാങ്ങിക്കുന്നുണ്ട്. ക്രോയിലറിനെ വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ ക്രോയിലറിനെ മാത്രമേ വാങ്ങിക്കുന്നില്ല, ബ്രോയിലറിനെ വാങ്ങിക്കുന്നില്ല. ബ്രോയിലറിനെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് വളർത്തി പെട്ടെന്ന് 42 ദിവസം കൊണ്ട് തന്നെ 3 കിലോൻ്റെ അടുത്ത് തൂക്കം വരാണ്. അപ്പോൾ പിന്നെ നമുക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളങ്ങനെ നന്നായിട്ട് ഇത് കഴിക്കണവർക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ബൾബ് ഇടണം. കോഴിക്കുട്ടികൾക്ക് കുറച്ച് നാള് ചൂടൊക്കെ കൊടുക്കണമല്ലോ. നമ്മൾ 30 എണ്ണത്തിനെ വാങ്ങിക്കണേ. 20 എണ്ണത്തിന് നമുക്ക് വേണ്ട 10 എണ്ണത്തിനെ വളർത്തി വലുതാക്കി നമ്മൾ എൻ്റെ വീട്ടിലേക്ക് കൊടുക്കും. പഴയ കോഴിക്കൂട് അല്ല ചേട്ടന് വേണമെന്ന് പറഞ്ഞാൽ വെച്ചേ. പക്ഷെ അല്ല ചേട്ടൻ ഇപ്പൊ നല്ല കോഴിക്കൂട് പണിത് പിന്നെ ഇതിന്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞു. അപ്പൊ വീട്ടിലേക്ക് വേണമെന്ന് പറഞ്ഞു. എന്റെ വീട്ടിലേക്ക് അമ്മയ്ക്ക് വെറുതെ ഒരു രസം, ഒരു എന്താ പറയാ, സമയം പോണത് മാത്രല്ല അവിടെ ചോറും ഇതൊക്കെ ബാക്കി വരുന്നതൊക്കെ വെറുതെ ഇങ്ങനെ കളയല്ലേ. കോഴിമുട്ടയും കിട്ടും. അതെ, ഒരു 10 എണ്ണത്തിനെ അവിടേക്ക്. അതിന് മൊത്തം 30 കോഴികളെ വാങ്ങിക്കാൻ പോവാണ് നമ്മൾ. മണ്ണുത്തി ആചരിക്ക് പോവാ. വാളകൾ അതിലിട്ടിട്ട് ഒരു കുഴപ്പമില്ല ചേട്ടാ. 1 വട്ടം 2 വട്ടം കൂടെ പോയി ഇടിച്ചു അല്ലേ അവിടെ ഇവിടെയും. പിന്നെ അവര് സമാധാനമായിട്ട് കെടുക്കണ്ടില്ല. എവിടെ ചേട്ടാ? അടിയിലുണ്ടാവും. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ തിരിച്ചു കൊടുത്തു. ചേട്ടൻ ഞാൻ ഷെയ്ക്കൻ്റെ കൊടുത്തു. 1 വട്ടം കൂടി. എപ്പോഴും കുറ്റം മാത്രം പറഞ്ഞാൽ പോരല്ലോ, നല്ലത് ആവുമ്പോൾ നല്ലത് എന്ന് പറയണ്ടേ. അപ്പം നമ്മൾ നേരത്തെ ഒരു വലിയൊരു ഇൻട്രോ ഒക്കെ ഗംഭീരമായിട്ടൊക്കെ എടുത്ത് കോഴിക്കുട്ടികളെ വാങ്ങിക്കാൻ പോയി 3-4 ദിവസം മുന്നേ. പക്ഷെ കോഴിക്കുട്ടികളെ അന്ന് കിട്ടിയില്ല, കുട്ടികൾ കഴിഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ ചേട്ടൻ കാലത്ത് തന്നെ പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്ന കോഴിക്കുട്ടികൾ 30 എണ്ണം, 28 പെടയും 2 ചാത്തന്മാരും അല്ലേ. ഒരു 5-6 എണ്ണത്തിനെ വാങ്ങിക്കായിരുന്നു. കുട്ടികളെ കിട്ടുമോ നമുക്ക് അറിയില്ലല്ലോ. ക്രോയിലർ അല്ല, സാസോ എന്ന് പറഞ്ഞ കോഴിഞ്ഞുങ്ങളാണ്. ക്രോയിലർ അല്ലേ, 2 സെയിം തന്നെയാണ്ടി. അതെ, ഒരു മാറ്റമില്ല. നമ്മുടെ ചാർലിനെ കൊണ്ടുവന്ന കൊട്ടയാണ് കേട്ടാ. പിന്നെ ഇതില് കേറാൻ ഭാഗ്യം കിട്ടിയിരിക്കുന്നത് ഇവരിക്കാണ്. പേപ്പർ വിരിച്ചിട്ടുണ്ട് കോഴിക്കോടിന്റെ ഉള്ളില്. പേപ്പർ കോഴിക്കോട് അറിയാലോ, തട്ടാണ്, തട്ട് മുകളിൽ തട്ട്. നിക്സനെ കൊണ്ട് ബൾബൊക്കെ ഇടിപ്പിച്ചു. കറണ്ട് പോയിരിക്കുന്നുണ്ട്. അല്ല, കറണ്ട് വന്നു. കറണ്ട് വരില്ല, ഇന്ന് കറണ്ട് പോകുന്നുണ്ട്. സാസോ എന്ന് പറഞ്ഞ കോഴിഞ്ഞുകൾ നമ്മൾ ആദ്യം വാങ്ങിച്ചതിനൊക്കെ ഓർമ്മയില്ല. നമ്മുടെ നമ്മൾ മീനിന്റെ വേസ്റ്റ് വാങ്ങിച്ചുകൊണ്ട് കുറേ ചത്തത് കുറേ കോഴികൾ നടന്ന ടൈമിൽ നമ്മള് മറ്റേ എന്തിന്റെയാണ് കൂന്തളിന്റെ വേസ്റ്റ് ഒരു 10-12 നല്ല ചാത്തന്മാരല്ലേ, നല്ല വലിപ്പുള്ള ചാത്തന്മാര്. പേപ്പർ കൊത്തി തിന്നുന്നുണ്ട്. നല്ല വിശപ്പുണ്ടാവും. അവിടെ ഇപ്പൊ എല്ലാത്തിനും കൂട്ടിയിട്ട് പോകുന്നതല്ലേ. ഇത് ഒരു ദിവസം പ്രായതല്ലേ? ഒരു ദിവസം പോരാ, ഇത് 3 ദിവസമായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ആരോഗ്യമില്ല ഒക്കെ തന്നെ. 3 ദിവസമൊക്കെ അത്രയുണ്ട്. ഒരു ദിവസം വെള്ളം വെച്ചു കൊടുക്കാം. വെള്ളം കൊണ്ടോ. ഒരു ദിവസം പ്രായമായിട്ടല്ല,
നമ്മുടെ കോഴികൾക്കൊരു ഉണർവ് വന്നൂലേ വലിയൊരുക്ക് കുട്ടികളുടെ സൗണ്ട് കേൾക്കുമ്പോൾ. അവർ 4 പേരിലോട്ടെ നമുക്ക് കോഴികളിപ്പോൾ 4 പെടകൾ. ഇപ്പോൾ തീറ്റപാത്രം മഞ്ഞപ്പൊടി ഇട്ടുണ്ട്. ആദ്യം വെള്ളം വെച്ച് കൊടുക്കാം. അതായത് നമ്മൾ മഞ്ഞൾ വെള്ളമാണ് കൊടുക്കാറ്. വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇടും. അപ്പോൾ വലിയ കേട് വരാറില്ല. നമുക്ക് അങ്ങനെ കേട് വരാറില്ല. പക്ഷെ വരാനങ്ങോട്ട് തുടങ്ങിയ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. അതന്നെ. പിന്നെ ഇവിടുന്ന് ഒരു വെള്ളം ഒരു ബോട്ടിൽ കിട്ടും. മറ്റേ കൊക്കാലത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഒരു വെള്ളത്തിൽ കലക്കി കൊടുക്കണ ഒരു അത് വാങ്ങിക്കണം. അതിൻ്റെ ആവശ്യമില്ല, തന്നെ മതി. അല്ല, അത് ഉണ്ടെങ്കിലേ വളർച്ചയ്ക്കും രോഗപ്രതിരോധ ശേഷിക്കും നല്ലതാ. വെള്ളം കുടിക്കും മക്കളെ. അടച്ചിട്ട് തീറ്റെടുക്ക്. പല പേപ്പറൊക്കെ മുഴുവൻ കൊത്തിരുന്ന് കഴിക്കും. തീറ്റ ഞാനേ ഈ ഇവറ്റകൾക്ക് സ്റ്റാർട്ടർ തീറ്റയാണ്. ഇതിപ്പോൾ ഒരു 15 ദിവസം നമ്മൾ കൊടുക്കാറ്. ഒരു സ്ഥലത്ത് പോലും സ്റ്റാർട്ടർ തീറ്റ കിട്ടാനില്ല. നമ്മൾ കോഴിക്കുട്ടികളെ വാങ്ങിച്ചിട്ടാണ് തീറ്റ ഒക്കെ നോക്കുക. അല്ല ചേട്ടാ, അങ്ങനെയല്ല. കോഴിക്കുട്ടികളെ വാങ്ങിക്കേണ്ട കാര്യം ആലോചിക്കുമ്പോഴേക്കും തീറ്റയും സാധനങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് കുറച്ച് തീറ്റ കുറച്ച് തീറ്റ ഉള്ളത് കുട്ടികൾക്ക് എത്തുമോ? നിറച്ചിട്ട് കൊടുത്താൽ ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരും. എവിടേക്കാ? നിങ്ങൾക്ക് കുറച്ച് വളർത്തു മക്കൾ വന്നിട്ടുണ്ട്. തീറ്റപാത്രം ഇവിടെ പഴയതാ, വെള്ളം പാത്രം പുതിയത് വാങ്ങിച്ചു. പിന്നെ ഒറ്റക്ക് ബൾബ് ഇട്ട് കൊടുക്കണം കേട്ടാ, കോഴി ബൾബ്. അതെ, ലൈറ്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ മഴ പെയ്ത് തുടങ്ങിയില്ല, എന്നിട്ട് മഴയുണ്ട്. അവർക്ക് അവര് നോക്കിയോളും. അവർക്ക് ചൂട് ആവശ്യമുണ്ടെങ്കിൽ തന്നെ അവർ ഇതിൻ്റെ അടിയെ വരുള്ളൂ, അല്ലെങ്കിൽ അവർ നീങ്ങിപ്പോയി കിടക്കും. ചൂട് ആവശ്യമുള്ളപ്പോൾ ഇങ്ങോട്ട് വരും. കാലാവസ്ഥക്കാർ പറഞ്ഞത് ഇന്ന് കണ്ണൂരും കാസർഗോഡാണ് നല്ല മഴ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇപ്പോൾ തൃശ്ശൂരും പെയ്തു മഴ. തിന്നണില്ല, തീറ്റൊന്നും വേണ്ടേ അവർക്ക്? അതിൻ്റെ ഉള്ളില് ആ കൊട്ടയിൽ ഇത്ര സമയം ഇങ്ങനെ ഇരുന്നിട്ടേ ഇത്തിരി സ്ഥലം കിട്ടിയപ്പോൾ അവര് ഓടിണ്ട് നടക്കുക. വെള്ളം കുടിക്കുന്നുണ്ട് കണ്ട. വെള്ളം കുടിക്കുന്നുണ്ട്. ഇതിലത്തെ 10 കോഴിഞ്ഞകളെ സരിതര വീട്ടിൽ കൊണ്ടുപോകാനാണ് കേട്ടോ. ഇത്തിരി വലുതാക്കിയിട്ട് നമ്മുടെ ഒരു കോഴിക്കോട് കോഴിക്കോട് അവിടെ അപ്പുറത്തിരിക്കുന്നുണ്ടല്ലോ. അതന്നെ കുറച്ച് ദിവസം, അതായത് ലേറ്റ് ഇടേണ്ട പ്രായം കഴിയില്ലേ, അത്ര ആയി കഴിഞ്ഞാൽ അവിടേക്ക് കൊടുക്കാം. അടച്ചിട്ടോ. ഇത്തിരി നോക്കിക്കാൻ നല്ല രസമാണ്. അത് നല്ല വൃത്തിയാണ്. ഇനി നമ്മുടെ വൃത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാക്കിയിട്ടില്ലേ കോഴിക്കോടിൻ്റെ ഉള്ളിൽ. സരിത നോക്കിയേ, മോൾവശം തട്ടാക്കിയിട്ടേ. ഇനി പറ്റെങ്കിൽ ഇത്തിരി വലുതായി കഴിഞ്ഞാൽ അതിൽ ആ കള്ളിയിൽ വേണമെങ്കിൽ ഇടാം. ആ കള്ളിയിൽ വേണമെങ്കിൽ കൂടുതൽ എണ്ണത്തിന് വാങ്ങിക്കുക. അല്ലെങ്കിൽ ചിലതിനൊക്കെ കേട് വരുമ്പോൾ നമ്മൾ മാറ്റിയിട്ടിട്ട് മരുന്ന് കൊടുത്ത് നോക്കേണ്ടി വരും. അപ്പോഴൊക്കെ വേറൊരു കള്ളി ആവശ്യമാണ്. പിന്നെ വേറെ ബ്രോയിലറിനെ വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ വളർത്താം. ബ്രോയിലറിന്റെ ഒപ്പം തന്നെ ഇടാം, കുഴപ്പമൊന്നുമില്ല. അല്ല, അതിന് എപ്പോഴും തീറ്റ വേണം. ബ്രോയിലറിനൊന്നും വേണ്ട അല്ലേ? വേണ്ട. മക്കളെ തിന്നു ഇത്തിരി ഇട്ട് കൊടുത്തതാ, തിന്ന് ശീലം. അപ്പൊ പിന്നെ അത് തന്നെ ഇല്ലില്ല, അതേ കൊത്തി തിന്നുണ്ട് കണ്ട. 2 മണി ഇങ്ങനെ ഇടയിൽ ഇട്ട് കൊടുത്തതാ. നമ്മൾ കോഴിഞ്ഞിട വാങ്ങിച്ചിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ടാണ്. ഇന്നലെ പിന്നെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. സുഹൃത്ത് ഇപ്പം മാത്രം പറയാൻ പറ്റും. നമ്മുടെ ഒരു മാഷ് ഫ്രാങ്കോട്ടം എന്ന് പറഞ്ഞിട്ട്, നമ്മൾ കുഞ്ഞിതായിരിക്കുമ്പോൾ ബാലവേദി ഉണ്ടായിരുന്നു. മറ്റേ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ 1982 കാര്യത്തിന് അന്ന് ഞാനൊക്കെ പഠിപ്പിച്ചു കൊടുന്ന മാഷാണ്. ഫ്രാങ്കോട്ടൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു, ആകാശ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ കല്യാണത്തിന് പോയി ഞങ്ങൾ. പെണ്ണൊക്കെ ഭയങ്കര ഡാൻസായിരുന്നു അവിടെ. കല്യാണത്തിൻ്റെ ഫുഡ് അടിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മുടെ 2 ദിവസമായി കോഴിക്കോട്ടിലൊരു ചെറിയൊരു അബദ്ധം പറ്റി നമുക്ക്. അത് ഞാൻ പറഞ്ഞുതരാം. അതെന്ന് വെച്ചിട്ടില്ലേ, അതിൻ്റെ ഗ്രില്ലില്ലേ അടിയിൽ നമ്മൾ ഈ കോഴിഞ്ഞുങ്ങൾക്ക് ഇറങ്ങിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കനം കുറഞ്ഞ കുനുന്നുള്ള ഇത് നെറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. കണ്ട, അടിയിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഉഷാറാണ് ഒക്കെ. അപ്പോൾ ഈ കള്ളിയില്ലേ, ഇതിൻ്റെ ഉള്ളിയോടെ വിട്ടിട്ട് ഇതിങ്ങനെയാണ് തല വെച്ചിട്ട് ഇങ്ങോട്ട് കിടക്കും. എന്നിട്ട് ഇതിങ്ങോട്ട് തുറച്ച് പ്രതികേട് വീഴും. അങ്ങനെ ഒരു പിഴവ് പറ്റി. 2 ദിവസം. അപ്പോൾ വലിപ്പമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ പിന്നെ കിടക്കാൻ പറ്റില്ല. അങ്ങനെ കോഴിഞ്ഞാൽ ഉഷാറാണ്. അപ്പോൾ ഇന്ന്
ഇന്ന് നമ്മൾ ഒരു വില കൂടിയ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഒന്നല്ല, ചാളയ്ക്കാണല്ലോ ഇപ്പോൾ ഭയങ്കര ഡിമാൻഡ്. എന്തിനാ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അല്ലേട്ടൻ കൊള്ളി കൊണ്ടുവന്നല്ലോ. കൊള്ളി കൊണ്ടുവന്നപ്പോൾ അന്ന് പിന്നെ ആ സജീവ്, അത് ആലപ്പുഴയുള്ള സജീവ്, അമ്പലപ്പുഴയുള്ള സജീവ് കൂട്ടാൻ വെച്ചത് എൻ്റെ ഒപ്പം തന്നെ കൊള്ളി വെക്കാൻ പറ്റിയില്ല, കാരണം ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ഇന്നിപ്പോൾ സരിത പറഞ്ഞു നമുക്കത് കൊള്ളി കൂട്ടി എങ്ങനെ കഴിക്കണം, കൊള്ളി കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം എന്ന് അറിയണമെന്ന് വെച്ചിട്ട് എന്നോട് ആ ചാള വാങ്ങിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചാള വാങ്ങിച്ചുകൊണ്ടാണ്. ചാള ഈ കൂട്ടാൻ വെച്ചിട്ട് കൂട്ടാനെന്നാൽ അനിലെണ്ണ കൊണ്ടുപോയില്ലോ. ഓ ഗംഭീര ടേസ്റ്റാന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒന്നുകൂടി നമ്മൾ വെക്കുകയാണ് കേട്ടോ. ചാള നന്നാക്കണ്ടേ തുടങ്ങി. എന്താ എൻ്റെ നിരന്തരമായ അഭ്യർത്ഥനയെ മാനിച്ചിട്ടാണ് ചേട്ടൻ ചാള വാങ്ങിച്ചു കൊണ്ടുവന്നത്. ചാള അല്ലെങ്കിൽ ഇല വാങ്ങിച്ചുകൊണ്ടൊരു മറ്റേ ആലപ്പുഴ നിന്ന് വന്ന ഫാമിലിയില്ലേ, സജീവേട്ടൻ്റെ ഫാമിലി, അവർ വെച്ച ചാള കൂട്ടാൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് കുറച്ച് ദിവസം മുന്നാട്ട് അവർ വന്നേ. വീഡിയോ നമ്മൾ 2 ദിവസം മുന്നിട്ടേന്ന് മാത്രം. പക്ഷെ ആ വീഡിയോ എന്നിട്ട് ഞങ്ങൾ കണ്ടപ്പോഴേ ഞങ്ങൾക്കപ്പോൾ കഴിക്കാൻ തോന്നി വീണ്ടും ആ കൂട്ടാൻ. അപ്പം ഞാൻ ചേട്ടനോട് ചാള അല്ലെങ്കിൽ അതിൽ കിട്ടുമോ നോക്കുമോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്ന് വാങ്ങിച്ചോണന്നു ചാള. പക്ഷെ അന്ന് കൊണ്ടുവന്ന കൊള്ളിയില്ലേ, അല്ല ചേട്ടാ പറിച്ചു കൊണ്ടുവന്നത്, അത് അന്ന് അങ്ങനെ തന്നെ ഇരിക്കണത്. അത് പിന്നെ ഞങ്ങൾ എടുത്തിട്ടേ ഇല്ല. ആ കൊള്ളി കേടായിട്ടുണ്ടാവില്ല. ഞാനൊന്ന് ഒരു കഷ്ണം ഓടിച്ചു. അപ്പം ആ കൊള്ളി എന്തൊരു ചെയ്യണ്ടേ? നിന്റെ ഐഡിയ പോലെ കൊള്ളി ഉണ്ടാവണം. കൊള്ളി മറ്റേ നമുക്ക് കൊള്ളിയുടെ പുട്ടുണ്ടാക്കിയാലോ ചെരുക്കിയിട്ട്. നിന്റെ ഐഡിയ പോലെ ചെയ്താ. അത് നമ്മൾ കുറേ കൊല്ലം മുന്നിട്ടിട്ടുള്ള വീഡിയോ ആണ്. നായരമ്പലത്തുള്ള ഒരു ബിന്ദു ചേച്ചി പറഞ്ഞിട്ടുള്ളത്. സൂപ്പർ സാധനമാണ്. കപ്പ അങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് അതുകൊണ്ട് ഉണ്ടാക്കുന്ന പുട്ട്. പക്ഷേ ആ സമയത്ത് ഇടയ്ക്ക് അത് ഉണ്ടാക്കി തുടങ്ങും. പിന്നെ കുറേ നാളെ ഉണ്ടാക്കാറില്ലേ അല്ലേ? ഇപ്പം കുറേ നാളത്തെ ഉണ്ടാക്കാറില്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ അത് ഉണ്ടാക്കിയാൽ മതി. അതും ചേട്ടൻ ഇന്ന് പറഞ്ഞോളൂ, നമ്മളിടുന്ന കുറേ വീഡിയോകളിലത്തെ ചില റെസിപ്പികൾ, എല്ലാതും അല്ലെങ്കിലും ചിലതൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉള്ളതാ. അത് ആ സമയത്ത് പിന്നെ ഇടയ്ക്ക് ഉണ്ടാക്കി കഴിക്കും, പിന്നെ കഴിക്കില്ല. അപ്പോഴേക്കും വേറെ വരും. അതന്നെ, അപ്പോഴേക്കും വേറെ വരും. എന്തോരം കഴിക്കാൻ പറ്റും നമുക്ക് അങ്ങനെ. അപ്പോൾ നീ കൊള്ളിപ്പൂട്ടുണ്ടാക്കി. എന്തായാലും ഞാൻ ചാള നന്നാക്കട്ടെ. ശരി. കോഴിക്കുട്ടികളെ കാണിച്ച ഇന്ന് ആ പറ്റ ചാടി പോണ കാര്യം പറയാ ഞാനേ. അവർ ചാട്ടക്കാരാണല്ലോ അല്ലേ? ഞാൻ ഇന്ന് കാലത്ത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടാ, ഞാൻ തീറ്റ മറ്റേ കടലാസ് വിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു, കടലാസ് മാറ്റാൻ വേണ്ടിയിട്ടേ. അപ്പം അവറ്റകൾ ചാടി ഇതാവും വിചാരിച്ചു. നോക്കിയിട്ട് ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാട്ടെ. അവറ്റകളെ നോക്കി നിൽക്കാൻ നല്ല രസമാണ്. നമ്മൾ ചാള കഷ്ണങ്ങളാക്കി നന്നാക്കി കൊണ്ടു. പിന്നെ ചട്ടി അടപ്പത്ത് വെച്ചു. ഈ സരിത കൂട്ടാൻ വയ്ക്കുകയാണ്. ഇതിലത്തെ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ടല്ല, നമ്മളൊരു 4 കൊല്ലങ്ങൾക്ക് മുമ്പ്, എന്താ 4 കൊല്ലം കാണിച്ചതാ. 4 കൊല്ലങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഈ കൊള്ളിപ്പൂട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് അന്നത്തെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അവർ കണ്ടിട്ടുണ്ടാവും. പുതിയവർ ഉണ്ടെങ്കിൽ അവർക്ക് പറയാം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനം തന്നെയാണ് സൂപ്പർ കൊള്ളിപ്പൂട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അറിയാം. കൊള്ളി ചെത്തി ഉണക്കി പൊടിച്ചിട്ട് നമ്മൾ കൊള്ളിപ്പൊടി കൊണ്ട് ഉണ്ടാക്കണ കൊള്ളിപ്പൂട്ടുണ്ട്. അത് വേറെ. ഇതല്ലാണ്ട് പച്ച കൊള്ളി കൊണ്ട് പച്ച കപ്പ കൊണ്ട് ഉണ്ടാക്കണ സാധനമാണ് കേട്ടോ. പിന്നീടും നമ്മൾക്ക് ആ വീഡിയോ കണ്ടിട്ട് കുറേ പേര് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്, ഇപ്പോഴും ഞങ്ങളത് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. നല്ല രസമാണ്. അപ്പം അതിന് കൊള്ളി തൊലി കളഞ്ഞ് ഞാനിവിടെ ആ കൂട്ടാൻ വയ്ക്കണം. അതിന് ഇതറിയണം എന്നുള്ളവർക്ക് 2 ദിവസം മുന്നത്തെ വീഡിയോ കണ്ടാൽ മതിയിട്ട്. ഇനി പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ വേണമെങ്കിൽ കൊടുക്കാം. അതന്നെ. അപ്പം അതിലേക്ക് ഒരു മസാല കൂട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ആ മസാലയൊക്കെ ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയുള്ള കൊള്ളി ഒരു കഷ്ണം കൂടി ഉണ്ടായിരുന്നില്ലേ? അല്ല ചേട്ടൻ കാലത്തൂടി വന്ന് പറഞ്ഞിട്ട് പോയുള്ളൂ. കൊള്ളി എന്തോരം വേണേ അവിടെ നിന്ന് പറിച്ചുകൊണ്ടോക്കോളാം. എന്തുകൊണ്ടാണ് കൂജയിൽ വെക്കുന്ന വെള്ളത്തിന് ഇത്ര തണുപ്പ്? അല്ല, അങ്ങനെ ഒരു ഇത് കേട്ടിട്ടില്ലേ? വാട്സപ്പിൽ ഒരിക്കൽ വന്നിട്ടുള്ളത് ഒരു കാക്ക അങ്ങനെ ചോദിച്ചു, ഈ കൂജയോട് ചോദിച്ചു. അപ്പോൾ ഈ കൂജ പറഞ്ഞു, എന്നിലുള്ള 100,000 സൂക്ഷ്മ ഇതുകളിൽ കൂടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു തത്വം കുറേ പറഞ്ഞു. അപ്പോൾ കാക്ക, എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു ഇതൊക്കെ ചോദിക്കാൻ, ഒന്നും മനസ്സിലായില്ല.
ഇതേ കൊള്ളി പറിച്ചിട്ട് 2-3 ദിവസമായി കാരണം ശരിയാ. വാടിയാ? അല്ല, ഇതിൻ്റെ തൊലിയില്ല ഇങ്ങനെ ശരിക്കും നമുക്ക് എടുത്ത് കളയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതായ കാരണം പറ്റി പിടിച്ചിരിക്കുക. ഇവിടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇത് കോഴി കളയാം. കോഴി കളയാൻ നിൽക്കണ്ടേ? അങ്ങനെ അടിച്ചു വരാൻ എത്ര ബുദ്ധിമുട്ടാണ്. അത് അടിച്ചാൽ നീങ്ങും കൂടിയില്ല. ചേട്ടൻ ഒരു ഹെൽപ്പ് ചെയ്യണ്ടെങ്കിൽ ഒരു 100 പണി വേറെ അപ്പുറത്ത് ഉണ്ടാക്കി തരും. ഇത് ഞാൻ തന്നെ അടിച്ച് കളയുന്നു. അങ്ങനെയാണേ കുഴപ്പമില്ലേ. അപ്പോൾ ഉച്ചയ്ക്ക് കൊള്ളിപ്പൂട്ടും ചാള കൂട്ടാനും കേട്ടോ. അപ്പോൾ ആലപ്പുഴക്കാർ നന്നായി കൊള്ളി കഴിക്കുന്നു പറയുന്നു അല്ലേ? കമൻറ്റിൽ കണ്ടല്ലോ. ഉലുവയും വേപ്പിൻ്റെ ഇലയും പച്ചമുളകൊക്കെ ഇട്ടു കൂട്ടാ അതിലേക്ക്. നമ്മുടെ അരപ്പിൽ മല്ലി, കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി. മിനിഞ്ഞാന്ന് കണ്ട വീഡിയോ ആയതുകൊണ്ട് ഇതൊന്നും പറയേണ്ടി വരില്ല എന്ന് തോന്നുന്നു. കൈ മുറിഞ്ഞു ചോര. എങ്ങനെ പിടിക്കാണ്ട് പൊക്കി പിടിക്കി. ഞാനേ വർത്താനം പറഞ്ഞിട്ട് അങ്ങോട്ട് നോക്കിയതാ പെട്ടെന്ന്. എന്നിട്ടാ ഉള്ളി വയ്ക്കണ കിട്ടാന്നുണ്ട്. ഉള്ളി എടുത്തിട്ട് വരാം. ഓവനാറ്റീവ് കൈ കഴുകട്ടെ. കൈ കഴുകിയാലും ചോര വരുന്നുണ്ട്. അപ്പോൾ മുകളിലേക്ക് ഉയർത്തി പിടിക്കുന്ന പറഞ്ഞേ. കൈ ഉയർത്തി പിടിക്കുന്ന പറഞ്ഞ നീ ഇത് കടിച്ചിട്ട് ചതച്ചിട്ട് അവിടെ വെച്ചോ. ഉള്ളി ഇപ്പം എൻ്റെ കയ്യെ മുറിഞ്ഞു വെച്ചെങ്കിൽ ഞാൻ നാട് വിട്ട് പോണ്ടി വന്നേരം അവിടെ നിന്ന്. ചീത്ത പറഞ്ഞ് മനുഷ്യനെ കണ്ണ് പൊട്ടിക്കും. ശ്രദ്ധിക്കാണ്ട് മറ്റേത് മറിച്ചേത് ഏതടുപ്പിലേക്ക് നോക്കിയിട്ടാ ഉണ്ടാക്കണ. അയ്യോ, ഉച്ച സമയമാണ് ചോര കൂടുതൽ വരുന്നത്. ഈ കുടംപുളി ഇടണം എന്തായാലും. അത് നന്നാക്കി മുടങ്ങി. അപ്പം ആ പണി എൻ്റെ തലയിലായി. ഇതിപ്പോൾ ഒന്നും ചെയ്യാല്. ഇത് നന്നാക്കി വേണ്ട. അത് പിന്നെ തൊലി കളയണ്ടേ, പിന്നെ ചെറുകണ്ടേ. ചെറുകിലിങ്ങനെ ആക്കല്ല വേണ്ട. അതന്നെ പറഞ്ഞത്. കൂട്ടാൻ വെച്ചിട്ട് നീ ചെറിയ അതന്നെ ചെയ്യാൻ. ഇതൊന്നിട്ട് വയ്ക്കാനുള്ള ഇതിപ്പോൾ ആയിക്കോളും. ഞാനേ ഈ പുളി ഇട്ട് വെച്ച വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടാ. പുളി നന്നായി കഴുകിയിട്ടാണ് വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നേ. അവർ ചെയ്തപ്പോൾ അതിൽ പുളി വെള്ളം ഒഴിച്ചില്ല. ഈ പുളിയുടെ ചീന്തകളാണ് ഇട്ടത്. പുളി ഇറങ്ങാനായിട്ട് കുറേ സമയം എടുത്തു. നീറ്റുണ്ട് കേട്ടാ. പൂരിക്കാൻ 2 മിനിറ്റ് വരാം. അവിടെ ഇരിക്കും. എന്തൊരു കഷ്ണം ഉണ്ടായേ. സാരല്ലേ. കാടിൻ്റെ സംഗീതം. മഞ്ഞൾപ്പൊടി ഇടണേല് അത് മറന്നു. കാടിൻ്റെ സംഗീതം. ഇവിടുന്ന് അടുപ്പ് കത്തണം ഭയങ്കര ഭംഗിയാണ്. ആ ഒരു ആവി ഇങ്ങനെയുണ്ടേ. നമ്മൾ ഈ ഹൈവേയിലൊക്കെ നല്ല വേനൽക്കാലത്ത് പോകുമ്പോൾ റോഡിൻ്റെ മുകളിൽ ഇങ്ങനെ ഇത് കാണില്ലേ, അതുപോലെയുള്ളത് കാണാം ശരിക്കും. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ചട്ടിയിലെ ഈ സൈഡുകളിൽ ഇങ്ങനെ ചാള ഇട്ടൂട്ടയിലേക്ക് തിക്ക് ഗ്രേവിയിലേക്ക്. അന്നത്തേനേക്കാളും കൂട്ടാൻ ഭംഗി ഇതാ ചേട്ടാ. എന്താണെന്നറിയോ, ഇതില് മുളക് കൂടുതലാ. അത് വേറെ ചുവപ്പ് കളറുണ്ട്. കൈ മുറിയിൽ താങ്ങി എന്തൊരു വലിയ കഷ്ണം ഉണ്ടായേ. സാരില്ല, ശ്രദ്ധിക്കാണ്ടല്ലേ. ശരിക്കും നല്ല ചീത്ത പറയണല്ലേ, അപ്പോഴല്ലേ സ്നേഹം ഉണ്ടാവുള്ളൂ. ചേട്ടൻ്റെ തിയറി പ്രകാരം ഇവരെ ഞാൻ ചീത്ത പറയൂട്ടാ, ശ്രദ്ധിക്കാണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ എന്തുട്ടാ കൈ മുറിഞ്ഞിട്ടുള്ള വേദനയുടെ ഇടയിൽ പിന്നെ എന്തുട്ടാ എന്തായാലും കരുതി കൂട്ടിയാലും മുറിക്കില്ലല്ലോ. ഇല്ല, ശ്രദ്ധിക്കാണ്ടെന്നാണ് നമ്മൾ പറയുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇത് കഴുകിയ വെള്ളം ഒഴിക്കണ്ടില്ലേ? ഇതെനിക്ക് കഴുകുക മാത്രമൊന്നും ഇല്ല ഇതില്. ഇതിലൊട്ടും വെള്ളം ഒഴിക്കാണ്ട് അടിച്ചേക്കണ ആരുണ്ടേ. ഇനി അതന്നെ പറഞ്ഞോണ്ടിരിക്കണ്ട, സാരല്ലേ വിട്ടുകളാ. ഇത് ചെയ്യാണ്ടേ എന്നാ ചെയ്തോ. അല്ല, ഇതിപ്പോ ഇത് മുറിവാകലും ഒരു സ്വല്പ നേരം കൊണ്ട് കഴിഞ്ഞാൽ എനിക്ക് ഉപ്പിടാൻ പോകണം കേട്ടാ. ഉപ്പ് നല്ല കളറുണ്ട്. കുറച്ച് ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു സാധനങ്ങൾ വഴറ്റുമ്പോഴേ. നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി. അല്ല, ഇത്രയും മീനുള്ളതല്ലേ. മീൻ കൂടുതലുണ്ട്. മീൻ അന്നത്തേലും കൂടുതലാ? അല്ല, 1 കിലോ. അളവിലൊക്കെ 1 കിലോ ആണ്. പക്ഷെ ഇത് കൂടുതലുള്ള പോലെ എനിക്ക് തോന്നുന്നു. ഇല്ലേ, നല്ല കളറാ അതിൻ്റെ സൈഡ് കൂട്ടാൻ. എന്താ കളർ കൂടിയാവോ? സൂക്ഷിച്ചൊക്കെ ആക്കിയാൽ മതിട്ടാ. നിന്റെ കൂടി കൈ ആക്കി എല്ലാം മുറിഞ്ഞു കഴിഞ്ഞാലേ പിന്നെ നമുക്ക് നന്നാക്കാൻ ആളില്ല. ക്യാമറ അപ്പം ഞങ്ങൾ ചെയ്യും. എന്നിട്ട് എൻ്റെ ചോരവല്ല കഴിഞ്ഞു. ചോരവല്ല നിന്നു. ഉള്ളി ഭയങ്കരമായ സാധനമാണ്. അയ്യോ, ഇത് വാടി പറഞ്ഞ പോലെ. അല്ല, ഇതേ വാടിയിട്ടേ. അതന്നെ, സൂക്ഷിച്ച് നോക്കിയോളൂ. ഭയങ്കര അപകടമാണ് കത്തി. ഇതിങ്ങനെ തൊലിച്ചെത്തേണ്ടി വരും, മാങ്ങയൊക്കെ തൊലിച്ചെത്തണ പോലെ.
ഒട്ടി പിടിച്ചു അല്ലേ? അയ്യേ, എൻ്റെ ആവേശം മുഴുവൻ പോയി കൈ മുറിഞ്ഞപ്പോൾ. സാറില്ലേ, കഴിക്കാറാകുമ്പോഴത്തേക്ക് ആവേശം വന്നാൽ മതി. നല്ല മണം വരുന്നുണ്ട് കേട്ടോ സരിത. വാ, നല്ല പുളിയിരിക്കാൻ നല്ല മണം വരുന്നുണ്ട്. കുടംപുളിയിരിക്കേ നല്ല മണം വരുന്നുണ്ട്. അത് മതിയാവില്ലേ? 3 മതിയില്ലേ? ചെറുതായിട്ടൊരു സ്ഥാനമാറ്റം. ചേട്ടാ എൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കി നോക്കിയാൽ നോക്കാൻ പറ്റുമോ? ആ, കളർ കാണുമ്പോൾ എരിവ് കൂടിയാവോ? പുറത്തൊന്നും വരാം. ഇത് നീരിത്തിരി വലിഞ്ഞ കാരണം കൊണ്ട് ചെരുകുമ്പോളേ എന്താവും അറിയില്ല. ഉപ്പ് ഇത്തിരി കുറവാണ്. ആ, ഉപ്പ് കുറവാവും കേട്ടോ. പുളി ഇറങ്ങുണ്ടാവുള്ളോ? പുളി ഉണ്ട്, പുളി ഏകദേശം ഉണ്ട്. വാ, പുളി മാറ്റിക്കണോ? കൂടുവോ? കൂടില്ല. അല്ല, ചേട്ടനും ചേച്ചിക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു മീൻകൂട്ട. അന്ന് കൊണ്ടുപോയില്ലേ കുറച്ച്. അപ്പോൾ ചേച്ചി വീഡിയോ വന്നിട്ട് വേണം എങ്ങനെയാന്ന് അത് വെച്ചേക്കണേ നോക്കിയിട്ട് വെക്കാന്ന് പറഞ്ഞിട്ടിരിക്കണം. ഇവിടെ കൂട്ടാൻ ഇവിടെ സെറ്റായി കൊണ്ടിരിക്കുന്നു. സരിത കൊള്ളിനെ ചീകാൻ പോകണം. ഇതൊക്കെ ചേട്ടൻ ചെയ്യേണ്ട കാര്യമായിരുന്നു. സ്ഥലല്ലേ ഇതേ മറ്റേ അപ്പം തന്നെ പറിച്ച കൊള്ളിയാണെങ്കിലാണ് സുഖമായിട്ട് ചെറുക്കാൻ പറ്റുക. നിനക്ക് വലിഞ്ഞ് നീര് വേണ്ട 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 അകലന്നാ നല്ല കിലുക്കാം. മാർക്ക് ഞാൻ നോക്കിയോട്ടെ. അയ്യോ, അടിപൊളി. ഇങ്ങനെ വേണം ആക്കാൻ. കഴിക്കിട്ട് വരാം. ഒന്നുമില്ല, ചേട്ടൻ എന്ത് പറ്റി? കയ്യും പറഞ്ഞ ഓടി മൂട് പോയി. മൂഷാറ് പോയി. കൈ പോയോട് മൂഷാറ് പോയി. മൂഷാറും മൂടും കൂടിയിട്ട് എന്തൊരു കഷ്ണുണ്ടായി ചേട്ടാ. ഓരോ പൂരികാല് സാറിൽ ഇത്രയെല്ലാം മുറിഞ്ഞോളോ? അങ്ങനെ വിചാരിക്കേ. അതല്ലോ ചാറത്തിന് വേണ്ടി കട്ടിയാകണേ. ഒന്ന് കുറുകിക്കോട്ടെ. നമ്മുടെ ജയന്തി ചേച്ചിയുടെ വിരല് സ്റ്റിച്ച് ഇടണമെന്ന് പറഞ്ഞതാ. പൂട്ടും കുമ്പം കൈയിട്ടിട്ട് കഴുകിയത്. അങ്ങനെ പൂട്ടും കുമ്പത്തിൻ്റെ ഈ ഭാഗം മൂർച്ചുണ്ടായിരുന്നു. ഇപ്പോൾ വിരലിങ്ങനെ മുറിഞ്ഞു. എന്നിട്ട് ആള് 2 ദിവസം അതും വെച്ച് വെറുതെ നടന്നു. അപ്പോൾ പഴുത്തു. സ്റ്റിച്ച് ഇടാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഉണങ്ങിയാണ്. ഇതിപ്പോൾ അതും കെട്ടി പന്തം പോലെ ആക്കിയിട്ട് കെട്ടി പൂട്ടി നടക്കുന്നുണ്ട് 2 വിരല്. ഇനി അവിടെ പോയിട്ട് തട്ടി തടഞ്ഞ് വീഴുന്നുണ്ടോ? ചേട്ടൻ ഇതിൽ നിന്നെവിടെ? ഇന്ന് ചേട്ടൻ എന്തിട്ടോ ഇന്ന് എണീറ്റത് ഇടതുവശം ചേർന്നിട്ടാണോ എണീറ്റേ? അത് എണീറ്റപ്പോൾ ആരെയാ കണി കണ്ടത്? എല്ലാ സന്നല്ല കാണാറ്. അപ്പോൾ അതല്ല പ്രശ്നം. നമ്മളിങ്ങനെ പണ്ടുള്ളവർ പറയില്ലേ, ഇടതുവശം ചേർന്നിട്ട് എണീറ്റ. വലതുവശം ചേർന്ന് വേണം എണീക്കാൻ. നമ്മൾ വല്ല ദിവസം ഇങ്ങനെ ഇടത്തോട്ട് തിരിഞ്ഞിട്ട് എണീറ്റാന്ന് വെച്ചെങ്കിലേ അന്നത്തെ ദിവസം മോശമാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടാവുക. അങ്ങനെ പറയും. ശരിക്കും അത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അത് വലത്തോട്ട് തിരിഞ്ഞിട്ട് വേണം ശരിക്കും എണീക്കാനെന്ന്. ശരീരത്തിൻ്റെ ആരോഗ്യം, ഹാർട്ടിൽ എന്നിട്ട് ബ്ലഡ് കറക്റ്റായിട്ട് ഒഴുകാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഒരു മിനിറ്റ്, നിന്റെ കൈ കാണിച്ചില്ല. ആയം പോലെ ചെയ്താൽ മതി, വെകിളി പിടിക്കണ്ട. അതെ, ഇത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ആക്കാൻ പാടില്ല. ഇങ്ങനെ കണ്ട ലോങ് ആയിട്ട് ആക്കണം. അപ്പോഴാണ് വേഗാവുക. കണ്ടത് നോക്കിയാ നീ ആക്കിയല്ലോ എത്ര വേഗത്തിലായി. ചേട്ടന് നല്ല ശക്തി പ്രയോഗിക്കണ്ടല്ലോ. ശക്തി വേണ്ട, ശക്തിയിലല്ല കാര്യം. ഒരു കാര്യം ഈ നടുവിലത്തെ സാധനം ആക്കണ്ട. അത് വന്നു കഴിഞ്ഞാൽ അത് കടിക്കുമ്പോ ഒരു ജാതി അല്ലാണ്ട് ചെയ്താൽ മതി. നീ ആക്കണത് ഇങ്ങനെയല്ല ആക്കണത്, ഇവിടുന്ന് പിടിക്കണം. ഇത് നീളത്തില്ല കണ്ട. പക്ഷെ ഇവിടെ ചെറുതാ. ആയിക്കോട്ടെ, ചെറുതായാലും സാധനം നോക്കിയേക്കണ്ട. ഇതാണ് നോക്കിയേ, കഴിഞ്ഞ കഴിയില്ല. ചേട്ടന്റെ ആക്കുമ്പോ വേഗം കഴിയുണ്ട്. അങ്ങനെ ആക്കണ്ടെന്ന്. എനിക്ക് കൈ വിരലുകൊണ്ട് മുറുക്കി പിടിക്കാത്ത പറ്റാത്ത കാരണമല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ പിടുന്ന ആക്കി തരും. അപ്പോൾ കൂട്ടാൻ പുളി ഇറങ്ങട്ടെ. അടുത്ത പുളി ഇറക്ക് മതിയോ? അല്ലാണ്ട് ആക്കണ്ട. അതിന് വിരലിന്റെ തുമ്പ് മുറിയണ്ട. ഇതാ അതിപ്പോ ഏതാ അത് എടുത്താലും ഒക്കെ ആക്കാള തന്നെയല്ലേ. വേഗം കഴിയണ്ട. നമ്മള് ബലൊന്നും പിടിക്കുന്നില്ല സാർ. ഇങ്ങനെ വെറുതെ ആക്കണല്ലോ. വെറുതെ ആക്കിയാവില്ല മോനെ. ബലം പ്രയോഗിച്ചാ ബലത്തിലാക്കിയാ തന്നെ അത് പോവുള്ളൂ. ഒരു ബലം വേണ്ട. വെറുതെ സിമ്പിളായിട്ട് കൈ ഇതിങ്ങനെയുണ്ട്.
ശരി നമ്മളിങ്ങനെ നമ്മുടെ തീ ഓഫ് ചെയ്തു കൂട്ടാ കൂട്ടാൻ്റെ താഴെക്കണ പോലെ ആക്കിയാൽ മതി നോക്കിയണ്ട ഒരു ബലം കൊടുക്കണ്ട. ചേട്ടൻ്റെ തഴുകലേ ചേട്ടൻ വിചാരിക്കും ചേട്ടൻ ഇങ്ങനെ ആക്കുമ്പോൾ പതുക്കിയാകണേന്ന്, പക്ഷേ അത് കൊള്ളണോ ഒരു കറിയുള്ളത് തഴുകലല്ല അത്. നോക്കി കഴിഞ്ഞ കയ്യിൽ നോക്കിയേ. നല്ല ബലം പ്രയോഗിക്കുന്നുണ്ട് ചേട്ടൻ. ആ ഫ്ലാറ്റിന്റെ മുകളിൽ മഴക്കാരായി തുടങ്ങി. ശരിക്കും ഫ്ലാറ്റ് പറയണേ, ഫ്ലാറ്റിന്റെ മുകളിലൊന്നല്ല, ഫ്ലാറ്റ് അവിടെ അല്ലേ, കാര് ഇവിടെയാ, മഴക്കാര് ഇവിടെയുണ്ട്. കണ്ണേ അവിടേക്ക് പോവുക. നമ്മുടെ ഈ സാധനം കഴിയാറായിട്ട് തരുത 2-3 ഇതുള്ള കുഞ്ഞത് ഇതിലൊരു ലേശം അല്ല മറ്റേ ഇത് മാറ്റ്, ഈ സാധനം മാറ്റ്, കഴിഞ്ഞു തരുത. ഇതാക്കാണെങ്കിൽ എൻ്റെ കൈ മുറിയും. കൊള്ളിരി ഇതാക്കി കഴിഞ്ഞിട്ട് നോക്കിയേ, കൂമ്പാരം പോലെ എവറസ്റ്റിൻ്റെ പല്ലില്. ഇനി ഈ സാധനം പിഴിയാൻ പോണിട്ടാ. ആ വെള്ളം ഒഴിച്ച് പിഴിയണം. ആ എന്തായാലും വെള്ളം ഒഴിക്കണം. ഇത് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇടണം കേട്ടോ, ഈ ബൗളിലേക്ക് ഇടാൻ പോകണം. നന്നായി പിഴിഞ്ഞോ? ആ നന്നായി പിഴിഞ്ഞു. നല്ല ഭംഗിൻ്റെ കാണാനായിട്ട്. ശരിക്കും ഈ പുള്ളിയുടെ സ്റ്റാർച്ച് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ വെള്ളത്തിൽ പോകും. അപ്പൊ ഷുഗർ ഉള്ളവർക്കൊക്കെ അത് കാരണം ഇത് കഴിക്കാം. ഒട്ടി സരിത കൈ ഒട്ടി. ചെറിയ കുട്ടികളുടെ പോലെ ചേട്ടൻ, ചെറിയ കുട്ടികളെ ഒരു തുണ്ട് മുറിഞ്ഞാൽ അത് മുന്നേ ഇങ്ങനെ സമയം നോക്കിയിരിക്കില്ല, അതുപോലെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിഴിഞ്ഞെടുത്തുട്ടാ. നീ അടുത്ത പരിപാടി ചെയ്യാൻ പോണത് ഇതിങ്ങനെ തെളിയായിട്ട് കിടക്കണില്ലേ, ഇത് വേണമെങ്കിൽ കുറേ നേരം കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലത്തെ സാധനം വേണമെങ്കിൽ എടുക്കാട്ടാ. ചിലർക്ക് വേണമെങ്കിൽ നമ്മളെടുക്കണില്ല. തെളി ഊറ്റി കളഞ്ഞിട്ടേ മട്ട്. ഇനി ഇതിലിപ്പോൾ ഒരു നനവുണ്ട്, ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി ഇടണം. പൂട്ടിൻ്റെ സാധാരണ വറുത്ത അരിപ്പൊടി ഇട്ടാ, പൂട്ടിൻ്റെ നനവിനെ പറ്റിയ അത്രയ്ക്ക് അരിപ്പൊടി. അതെ, ആ നനവൊന്ന് പാകാവാൻ തക്കോണം മതി, കണ്ടമാനം അരിപ്പൊടി ഇടണ്ട. നാളികേരം ഇടുമ്പത്തിന് നനവ് കൂടും. നാളികേരം അതാ ഞാൻ പറഞ്ഞ കുറേ വേണമെന്ന്. ഇതൊരു നാളികേരം ചെറിയത് ഈ കാണുന്നേ. ആ കുറേ ഞാൻ തിന്നു. ഒരു നാളികേരം എടുക്കുകയാണെങ്കിൽ, അല്ല ഒരു നാളികേരത്തിന്റെ ചെറിയത് കിട്ടണമെങ്കിൽ 1.5 നാളികേരം പറഞ്ഞത് പോരാ, അത് മതി. അത്രയ്ക്ക് ഉള്ളത് നാളികേരം കൂടി ഇതിലിടണം കേട്ടാ. കുറച്ചധികം ഇടാം, പക്ഷെ നമ്മുടെ വീട്ടിൽ നാളികേരം ഇല്ലാഞ്ഞിട്ടല്ല, നമ്മുടെ നാളികേരം ചെറുകണ ആൾ ശരിയല്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ചെടുക്കണുള്ളൂ. എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. അയ്യോ ഉപ്പ് പൊടി അവിടെ ഉണ്ടായിരുന്നു, ഇതിലത്തെ കഴിഞ്ഞിട്ടേ ഇതൊന്ന് കഴുകിയിട്ട് ഇട്ടേക്കാൻ വെച്ചിട്ട് നോക്കിയിട്ടാ മതി. പിന്നെ ഒരു അല്പം പഞ്ചസാര ഇടും, കുറച്ചിട്ടാ മതി. കുറച്ച് പഞ്ചസാര, ഒരു ടീസ്പൂൺ കഷ്ടി. ഇനി തീരുമാനി പണി. കുക്കർ അടുപ്പത്ത് വയ്ക്കിട്ട് തരുതാ. ഇനി കുക്കർ വെച്ചോ, കുക്കറിൽ വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ കൂട്ടാനില്ലേ, നോക്കിയേ ഭംഗി നോക്കിയേ. ആഹാ കൊതിയാവും. നമ്മൾ ചിരട്ടപ്പൂട്ടാണ് ഉണ്ടാക്കണത് കേട്ടോ. ചിരട്ടപ്പൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരട്ട ഷേപ്പുള്ള ഇതിലാണ് ഉണ്ടാക്കുന്നത്. നല്ല രസം, പച്ചക്ക് തിന്നാൻ രസം. പച്ചക്ക് തിന്നാൻ രസം എന്ന് പറയാത്തത് മീനും ഇറച്ചിയും കൂട്ടാൻ വയ്ക്കുമ്പോൾ മാത്രം ചേട്ടൻ. ബാക്കി എല്ലാ സാധനം ചേട്ടൻ പച്ചക്ക് തിന്നും, എന്നിട്ട് പറയും ഇതാ രസം. അതായത് കൂട്ടതിൻ്റെ രസം. കത്തി എൻ്റെ കൈ മുറിച്ചല്ലോ. കത്തിക്കായി കുറ്റം. ഇതുവരെ ചെയ്ത് നോക്കാത്തവർ പെട്ടെന്ന് തന്നെ ചെയ്ത് നോക്കിട്ടാ, ഭയങ്കര ടേസ്റ്റ് അത്. പിന്നെ സാധാരണ പോലെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നാളികേരം കുറച്ചിട്ടിട്ട് നിറയ്ക്കുന്നു. ഇത് കുറേ ഉണ്ടാവില്ല ഈശ്വര. കുഴപ്പമില്ല, ഇതെടുത്ത് വയ്ക്കാടാ. ആവശ്യമില്ല ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം, എന്നിട്ട് നമുക്ക് ആവശ്യമില്ല ഉണ്ടാക്കാം. അതന്നെ, അതിനെ ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സുഖ കഴിക്കണം തോന്നുമ്പോൾ. ഞാൻ ഒരു തണുപ്പം പറ്റില്ല. അതിന് മുകളിൽ നാളികേരണ്ടില്ലേ? നല്ലല്ലേ? മുകളിലിടില്ല, ഇതിൻ്റെ അടിയിൽ മാത്രമേ ഇടുള്ളൂ. അതിന് പകരമാണ് ഇതിലിട്ട് മിക്സ് ചെയ്തേക്കാം. എന്താ കൈമുറിഞ്ഞ് തന്നെ ആലോചിച്ചിരിക്കണം ഇപ്പോഴും. പക്ഷെ കൈമുറിഞ്ഞാലും ചേട്ടൻ തന്നെയല്ലേ അതൊക്കെ ചെറുകിയത്. ഞാനാണ് ആക്കണമെങ്കിൽ ഇപ്പോഴും പകുതി പോലായി ഉണ്ടാവും. ഞാൻ ഇങ്ങനെ രാവി നിന്നേനെ. അതാ പറഞ്ഞത്, മുകളിലേക്ക് ഇങ്ങനെ നീട്ടിയാക്കണം ഇപ്പോഴും. മറ്റേ ഇതിൽ പറയില്ലേ, മോഹൻലാലും മറ്റേ ഈ നെടുമുടി വേണു ഇന്നസെൻ്റ് കൂടിയിട്ട് ഒരു ഗൾഫിലൊരു പരിപാടി അവതരിപ്പിച്ചല്ലേ പണ്ട്, മറ്റേ ഈ ഈസ്റ്റ് വെസ്റ്റിൻ്റെ. അതിൽ നെടുമുടി വേണു അല്ല ഇങ്ങനെ വരാന്ന് കൈ വീശിട്ട്. അതായത് വിനീതുണ്ട് വിനീതിനെ മോഹൻലാല് സ്റ്റേജിൽ വിനീത് അവിടുത്തെ ഒരു കൈക്ക് ഇങ്ങനെ വയ്യാണ്ടായിട്ടുള്ള ഒരു കുട്ടിയാണ്.
അവനെ മോഹൻലാൽ എന്നിട്ടാണ്ട് സിഗരറ്റ് എന്നിട്ട് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോഹൻലാൽ നാളത്തെ ഗുണ്ട വർത്താനം പറഞ്ഞപ്പോൾ വിനീതിൻ്റെ ചെടുത്ത് ഒരു പെട കൊടുത്തു. അപ്പോൾ വിനീത് കരഞ്ഞ് അങ്ങോട്ട് പോയി. വിനീത് കരഞ്ഞു പോയിട്ട് പറഞ്ഞു എൻ്റെ അച്ഛനെ വിളിച്ചുകൊണ്ടുവരാന്ന് പറയുന്നു. അച്ഛനെ വിളിച്ചുകൊണ്ടുവരാൻ പറയുമ്പോൾ ഇന്നസെൻ്റാണ് വരുന്നത്. ഇന്നസെൻ്റ് വന്നിട്ട് പറയും നീ എൻ്റെ മോനെ തല്ലിയില്ലേ, നിന്നാ പിടിച്ചോ നീ എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിൻ്റെ അടിക്കാൻ നോക്കിയിട്ട് മോഹൻലാൽ കൈ പിടിച്ച് തിരിച്ച് ഇന്നസെൻ്റ് ഒന്ന് കൊടുക്കും. അപ്പോൾ ഇന്നസെൻ്റാണ് കരഞ്ഞാട് പോവും. ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചുകൊണ്ടിരുന്നു. പിന്നെ അടുത്ത് വരുന്ന നെടുമുടിയുടെ വയസ്സായിട്ടുള്ള ആള് കൈ വീശിട്ടാണ് വരുന്നത്. ഞാൻ കാണിച്ചത് അതും ഭയങ്കര ഹിറ്റായിട്ടുള്ള പണ്ടുകളാണ്. എത്ര കൊല്ലങ്ങൾക്ക് ഞാൻ സ്റ്റേജ് ഷോകള് അന്ന് കാസറ്റുകളെല്ലാം കാസറ്റ് ഇറങ്ങിയത് കണ്ടിട്ടുള്ള ഓർമ്മയുണ്ട്. പക്ഷെ ഈ സാധനം ഞാൻ കണ്ടിട്ടില്ല. അന്ന് വിജയനൊക്കെ ഗൾഫിലായിരുന്ന ടൈമിൽ അവരൊക്കെ ഈ സ്റ്റേജ് പ്രോഗ്രാം കണ്ടിട്ട് ചിരിച്ച് അങ്ങനെ സിനിമാ നടന്മാരിങ്ങനെ വന്നിട്ട് സ്റ്റേജിൽ അതിന് തൊട്ട് മുമ്പ് ലാല് ടീമുകളൊക്കെ ഗൾഫിൽ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ട് ലാല് സിദ്ദിഖ് അവരൊക്കെ അവരുടെ പ്രോഗ്രാമൊക്കെ കഴിച്ചിട്ട് പോണതല്ലേ. അതെനിക്ക് ഒരെണ്ണം ഓർമ്മയുണ്ട്. ഇന്നസെന്റ് കഥാപ്രസംഗം അവതരിപ്പിക്കണം. ഇന്നസെന്റ് അതിൽ വേറെ ഒരെണ്ണത്തിലല്ലേ ഇന്നസെന്റ് ഹെൽമെറ്റ് വെച്ചിട്ട് എല്ലാവരും അതായത് അതെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല കേട്ടാ. സ്റ്റേജിലേക്ക് ഒരു പ്രോഗ്രാം സിദ്ദിഖ് ടീമുകൾ പ്രോഗ്രാം അവതരിപ്പിക്കുകയാണ്. ആ സമയത്തുണ്ട് ഒരാളെ കയറി വരും ഹെൽമെറ്റ് വെച്ചിട്ട്. ഇങ്ങനെ കയറി വന്നിട്ട് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് അപ്പം എല്ലാവരും ശരിക്കും സുരേഷ് ഗോപി എന്ന് ശരിക്കും പെട്ടെന്ന് അങ്ങനെ ഒരു ഡയലോഗ് അതിൽ ഉണ്ട്. കാരണം വെച്ചാൽ സുരേഷ് ഗോപി അന്നത്തെ ഏതോ ഒരു സിനിമ അങ്ങനത്തെ ഉയരം കുറവേ അത് നോക്കണ്ട. എന്നിട്ട് ആള് ഹെൽമെറ്റ് പൊക്കി നിങ്ങൾ ആരാന്ന് ചോദിക്കും സിദ്ദിഖ്. അപ്പോൾ പറയും ഞാനിവിടെ ആളെന്ന് പറയും. ഇന്നസെൻ്റ് ഒന്ന് ഭയങ്കര രസമായിരുന്നു സ്റ്റേജിൽ കേട്ടോ പെർഫോം ചെയ്യാൻ. ഞാൻ ഇവിടെയാണ് കാരാമയുള്ള ആളെന്ന് പറയും. നിങ്ങൾ കരാമ നിങ്ങളിപ്പോൾ എന്തിനാ ഇവിടെ തന്നെ. അപ്പോൾ നിങ്ങളെ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് കുറേ സിനിമ നടന്മാരൊക്കെ വന്ന് ഇവിടെ കാട്ടിക്കൂട്ടണൊക്കെ ഉണ്ട്. ഇന്നസെൻ്റ് പറയണേ അത് ഈസ്റ്റ് കോസ്റ്റ് വിജയനാണ് അവിടെ ഇരിക്കുന്ന സ്റ്റേജിൽ. ഇവർ പറഞ്ഞിട്ടാണ് നിങ്ങൾ നന്നായി പരിപാടി അവതരിപ്പിക്കേണ്ട ആരൊക്കെയാണ് വന്ന് നോക്കണത് നോക്കിന്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ സിദ്ദിഖ് പറയുന്നത് എല്ലാവരും വന്നിട്ടുണ്ട്. കൽപ്പന വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നസെൻ്റ് കൽപ്പന വന്നിട്ടുണ്ട്, ഗീത വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നസെൻ്റ് ആവേശം കൂടി പെണ്ണുങ്ങൾ. എന്നിട്ട് ഇന്നസെൻ്റ് പറയുന്നത് അപ്പോൾ പിന്നെ എൻ്റെ വിനീത അങ്ങനെ കുറേ ആണുങ്ങളെ പേര് മനോജ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഈ ആണുങ്ങൾ വേണ്ട. ഇന്നസെൻ്റ് ഞങ്ങൾക്ക് ഈ ആണുങ്ങളെ വേണ്ട. ഇങ്ങനെ പെണ്ണുങ്ങളെ പേര് പറയുമ്പോൾ വളമൊക്കെ വികസിച്ചിട്ട് ഇങ്ങനെ അവസാനം ഈ കൽപ്പനനെ അവിടെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇന്നസെൻ്റ് പറഞ്ഞു ലിപ്സ്റ്റിക്ക് ഇത്തിരി കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. അവസ്ഥ നിങ്ങൾ ഈ സ്ത്രീകളുടെ ഇത് ചുണ്ടും ഇത് നോക്കാനാണോ വന്നിരിക്കുന്നത് പറയും. ഞങ്ങളെ ആട്ടുംകാട്ടെന്നല്ല എണ്ണി തരുന്നത്, കാശിന് എണ്ണി തരുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ളവർ എന്നോട് ഇതൊക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുണ്ട് വെച്ച് കാച്ച. അതില് കഥാപ്രസംഗം നടത്തും. ഓലയാൽ ഓലക്കൂട കീഴിൽ അതായത് അതങ്ങനെ ഉണ്ടല്ലേ. ആദ്യം ആലപ്പി അഷ്റഫാണ് അവതരിപ്പിക്കുക മാഷായിട്ട്. അതായത് കഥാപ്രസംഗത്തിൽ ഭയങ്കര വിദഗ്ധനാണ്, നെടുമുടി വേണു. ആള് ഒരു സ്റ്റേജ് പ്രോഗ്രാമാണ്. സ്റ്റേജിൽ ആളിരിക്കുകയാണ്, ആളെ ശിഷ്യന്മാർ വന്നിട്ട് കഥാപ്രസംഗം അവതരിപ്പിക്കുക. അപ്പോൾ ആലപ്പി അഷ്റഫ് വന്നിട്ട് കഥാപ്രസംഗം അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ആളെ ഫസ്റ്റ് എന്തിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ മകൾ എന്നോട് ചോദിച്ചു, അച്ഛാ എങ്ങോട്ടാണ് പോകുന്നത്? മകളെ എനിക്കിന്ന് തൃപ്രയാറൊരു കഥാപ്രസംഗമുണ്ട് എന്ന് പറഞ്ഞ് ഇതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കഥാപ്രസംഗം അവതരിപ്പിക്കും. ഈ കഥാപ്രസംഗം ഈ തുടങ്ങണില്ല, ആദ്യത്തെ 2 വരി തന്നെ മാത്രമേ അതില്ലോ. അത് കഴിഞ്ഞിട്ട് ഇയാള് എടുക്കാൻ മറന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നസെന്റ് വരും. എൻ്റെ അടുത്ത ശിഷ്യയുണ്ട് ഗംഭീരമായി അയ്യത്. അങ്ങനെ ഇന്നസെന്റ് വരുന്നതാണ് ഓലയാൽ മേഞ്ഞോരു. അപ്പൊ ഇതേപോലെ തന്നെയാണ് എവിടെ കഥാപ്രസംഗം. എൻ്റെ അല്ലല്ല അങ്ങനെയല്ല, അത് വേറെയാ, അത് വേറെ ടൈപ്പാ. എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട്, അന്നാ കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. ഞാൻ 4-ലാ 5-ലാ അതൊക്കെ പഠിക്കുമ്പോഴൊക്കെ കണ്ടിട്ടുള്ളതാന്ന് തോന്നുന്നു. 1986 ആ സമയത്ത് തന്നെയാണ് തോന്നുന്നത് നടക്കുന്നത്. അന്നൊക്കെ ഇങ്ങനെ ആളുകളെ ഇങ്ങനെ സ്റ്റേജിൽ കാണാന്ന് പറയുന്ന സിനിമാ നടന്മാരൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ കാണാന്ന് പറഞ്ഞ് വലിയൊരു ആവേശമാണല്ലോ. സ്ക്രിപ്റ്റ് എഴുതണോ കാരണമോ സിദ്ദിഖ് ലാലുമാരാണോ? അവരായിരിക്കും. ബാലു മുമ്പിലാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കണ്ട് നമ്മള് ഇവര് ഒരുമാതിരി ഇത് കണ്ടിട്ടുള്ളവർക്കൊക്കെ ഓർമ്മയുണ്ട്. ആവിയൊന്നും 1000 നെടുമുടി നടത്താണിത് കാണിച്ചത്.
അതിൽ നിന്നാണ് ഇപ്പൊ ഇവിടെ വരയ്ക്ക് എത്തിയല്ലേ. അതുപോലെ വേണം ഇതാക്കാൻ അല്ലേ, അവിടെ തൊട്ട് അതന്നെ അതുപോലെ വേണം ആക്കാൻ, നീട്ടി പിടിച്ചു. അല്ലാണ്ട് ഇങ്ങനെയാക്കി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ഞാൻ എന്നിട്ടാന്ന് വെച്ചാൽ അതിന്റെ മുകളിലത്തെ ഒട്ട കുഞ്ഞിതും അടിയിലത്തെയാണ് വലുത്. അപ്പൊ ഇങ്ങനെ ആക്കുമ്പോ മുകളിൽ കൂടെ വീഴുമ്പോ ചെറുതല്ലേ. അതല്ലടി, അങ്ങനെ ആക്കുമ്പോ ഇത്തിരി ആവുള്ളൂ. അങ്ങനെ ശക്തി കൊടുക്കണം. ശക്തിയല്ല, ശക്തി കൊടുക്കരുത്. ചേട്ടൻ നല്ല ശക്തി കൊടുക്കണം, ചേട്ടൻ അറിയുന്നില്ല. ചേട്ടൻ ശക്തി കൊടുക്കണ ചേട്ടൻ അറിയണില്ല. അതാണ് ശക്തിയല്ല കൊടുക്കണത്, ബുദ്ധി. അതായത് ഒരു ഐഡിയ ആണ് അതിന്. നോക്കിയേ, ആ സാധനത്തിനൊരു ഐഡിയ ആണ് അത്. ശരിക്കും നീളത്തിൽ അങ്ങോട്ട് ആക്കുമ്പോൾ ശരിക്കേണ്ടതുണ്ട്. അതിന് ഓടാനായിട്ടേ ഇപ്പം നമ്മൾ ഓട്ടക്കാരൻ ഇവിടുന്ന് ലോങ് ജമ്പിലുള്ള ആള് ഇത് ഇവിടുന്ന് നിന്നിട്ട് ഓടി വന്നിട്ട് ചാടുന്നതോ ഇവിടെ നിന്നിട്ട് ചാടുന്നത് നീളം കൂടി പോവാ കൂടുതൽ സമ്മാനമായിട്ട്. ഓടി വന്നിട്ട് അതേപോലെ തന്നെയാണ് ഈ കാര്യം. ഓടി വരുമ്പോ അതിനൊരു ശക്തി കിട്ടും. ആ ശക്തി അതേപോലെ ഇതിന്റെ കാര്യം. ഫിസിക്സും കെമിസ്ട്രി ഒക്കെ എടുക്കാൻ തോന്നുന്നു. എടുത്തു തരട്ടെ. ചേട്ടന് വിശക്കുണ്ടല്ലേ? എടുക്കണം കേട്ടാ, കൈ പൊളിക്കണ്ട കേട്ടോ. നിന്റെ നമ്മുടെ ഫസ്റ്റ് പൂട്ട് ഇത്ര നല്ല സാധനം. അവിടുത്തെ സരിത അത് ചീനോ. കുറെ നാളായിട്ട് കാക്കകൾ നമ്മുടെ വ്ളോഗിൽ വരാറില്ല അല്ലേ? ചാർലി ഓടിപ്പിക്കാറുണ്ട് എല്ലാത്തിനും. കാക്കേ കാക്കേ കൂടെ വിടേ, അങ്ങനത്തെ ഒരു നിങ്ങൾക്ക് പഠിക്കാണ്ടായിരുന്ന? പിന്നെ അതില്ലാത്തവരുണ്ടാവോ? നമ്മൾ ആദ്യമായിട്ട് പഠിക്കണ അതല്ലേ, കാക്കേ കാക്കേ കൂടെ ഇവിടെ. കൂട്ടിലിരിക്കാൻ കുഞ്ഞുണ്ടോ? കൂട്ടിനകത്തല്ലേ? കൂട്ടിനകത്ത് കുഞ്ഞുണ്ടോ? കുഞ്ഞിന് തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്ന് കരയില്ലേ. പണ്ടത്തെ വിദ്യാഭ്യാസ രീതി നല്ലതല്ലേ? പിന്നല്ലാണ്ട്. ഇപ്പോഴത്തെ ഒരു കാര്യമില്ല, ഒറ്റ അതിനെ എഴുതാനും വായിക്കാനും അറിയില്ല. പണ്ടത്തെ ക്ലാസ് റൂമുകളുടെ അടുത്തുകൂടെ നടന്നു പോകുമ്പോൾ ക്ലാസ് റൂമുകളിൽ എല്ലാ കുട്ടികളെ കൊണ്ട് ഒരുമിച്ച് ഉറക്കെ വായിപ്പിക്കില്ലേ? 1ാം ക്ലാസ്സിന്റെ ഒക്കെ അടുത്തൂടെ പോകുമ്പോ എന്തൊരു ഉറക്കെ കേൾക്കാന്നറിയോ? അതൊക്കെ ആകുമ്പോ കുട്ടികൾക്ക് ഈ വർത്താനം പറയുമ്പോഴേ ശരിക്കേ അക്ഷരസ്ഫുടതയൊക്കെ വരും. അത് തന്നെ. രണ്ടാമത്തെ എടുത്തു, ഈ സൈഡിൽ വെച്ചാ അടിപൊളി. ഈ നമ്മുടെ മനോഹരമായ കൂട്ടാനാണ് കേട്ടത്. നോക്കിയേ, ചാള കൂട്ടാൻ. അപ്പോൾ നമ്മൾ കൂട്ടാൻ എടുക്കണം കേട്ടോ. ഇതിലേക്ക് ശരിക്കും ഒരു ഉള്ളി വറവ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് കേട്ടോ. ചുമന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇഞ്ചിയും ഇല്ലേ, ഇഞ്ചി ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പൊടിയായിട്ട് അരിഞ്ഞിട്ട് കുത്തിപ്പൊടി മുളക് ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതാക്കി അതിലും ഇത്തിരി ഉപ്പും പഞ്ചസാരയൊക്കെ ഇടും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത് കൂട്ടിയിട്ട് കഴിക്കുക. എന്തേ ചാർലിക്ക് വിഷമം, കരയുണ്ടല്ലോ അവിടെ. അപ്പൊ ഞാൻ കഴിക്കാൻ പോവാണ്. കഴിച്ചോ? ഇതില്ല ചൂടാറിയത് തൊടുമ്പോ ഏതാ ചൂട് തോന്നുന്നുണ്ടാ? ചൂടുണ്ട്, ഇതിന്റെ ചൂട് പെട്ടെന്ന് ആറില്ലേ. കൂട്ടാനില് പുളി ഇറങ്ങിണ്ട്. ഉപ്പൊക്കെ ചാള ടേസ്റ്റ് ഉള്ളതാണോ? ചാള ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ കൂട്ടാടാ. ഇതിലേക്ക് ശരിക്കും പറഞ്ഞാൽ കറിയിലൊന്നും ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ കഴിക്കാൻ പറ്റും. കറിയൊന്നും വേണ്ട, ഒന്നും വേണ്ട. മീൻ എന്തൊരു ടേസ്റ്റാ മീൻ കൂട്ടാൻ. എല്ലാവരും വായിന്ന് വെള്ളം ഒലിക്കുന്നുണ്ടാവും. ചാള ഇഷ്ടമുള്ളവർക്ക് കൊതിയുണ്ടാവും. നമ്മൾ പഠിപ്പിച്ച് മീൻ കൂട്ടാനാടല്ലേ ഇടണേ വീഡിയോ, ശ്രദ്ധിച്ചു ചേട്ടൻ? കുഴപ്പമില്ല, ഇതുകൊണ്ട് വെച്ചോട്ടെ. എങ്ങനെ നമ്മൾ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ വെച്ചത്. അത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതല്ല കേട്ടാ. എന്തായാലും ഇന്ന് ഈ മീൻ കൂട്ടാൻ വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കൊള്ളിയാണെങ്കിൽ ഇരിക്കേണ്ട, അതുകൊണ്ട് ഇതുണ്ടാക്കാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കൊള്ളി പുഴുങ്ങി കഴിക്കണേനേക്കാൾ ഇങ്ങനെ ചെയ്യാന്ന്. പിന്നെ ആലപ്പുഴയുള്ള സജീവ് പറഞ്ഞല്ലോ, കൊള്ളിയും വെച്ച് കഴിക്കാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് നിർത്താല്ലേ? ജഗ്ഗു സ്കൂളിൽ പോയി കേട്ടാ. അപ്പോൾ നമ്മൾ വെച്ച് കഴിക്കിട്ടാ. കലക്കം കൂട്ടാനാണ് ചാള കൂട്ടാൻ അങ്ങനെ വെച്ച്. ഈ സമയത്ത് ചാളയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ്, വില കൂടുതലാണ്. നല്ല വിലയുണ്ട്. അപ്പോൾ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.